അങ്ങനെ തൊപ്പി മമ്മു ഷമീർ ആ ഒരു വിഷയം ഇങ്ങനെ ഒരു സർക്കിള് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി എന്താ പറയുന്നത്, കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആദ്യത്തെ ദിവസം ഷമീറും മമ്മുവും വന്ന് തൊപ്പിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അദ്ദേഹം തൊപ്പി ഇതുപോലെ ഇവരെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുക. അതായത് മമ്മൂനെ കൊണ്ട് തുണി കഴുകിക്കുന്നു, ഷമീറിനൊക്കെ പൈസ, അതായത് യൂട്യൂബ് ചെയ്തതിന്റെ പൈസയോ അല്ലെങ്കിൽ ഇവർ ചെയ്ത വർക്കിനുള്ള ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. രണ്ടാമത്തെ ദിവസം തൊപ്പി വന്നിട്ട് നേരെ ഇണ്ടാൻ അടിക്കുന്നു. അതായത് ഷമീറിനെയും മമ്മൂനെയും എക്സ്പോസ് ചെയ്യുന്നു. അതായത് ഒരു പ്രൈവറ്റ് വീഡിയോ ഒക്കെ എടുത്ത് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. പിന്നെ കംപ്ലീറ്റ്ലി അവരെ അടിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത്രയും ലക്ഷങ്ങൾ കണ്ട ലൈവില് ഇങ്ങനെ ഒരു കാര്യം എക്സ്പോസ് ചെയ്ത് തൊപ്പി അവരെ നാറ്റിച്ച് കോണം വരുത്തി. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ കണ്ടപ്പം ഫസ്റ്റിലെ ഓർത്തു തൊപ്പി കുഴപ്പക്കാരൻ, ഇവൻ എന്നാക്കി കാണിക്കുന്നത്. കാരണം ഒരു അടിമയെ പോലെയൊക്കെയാണ് ഇവരെ കാണുന്നതെന്നുള്ള രീതി ഇവർ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ തൊപ്പി നേരെ തിരിഞ്ഞു. തൊപ്പിയാണ് പറയുന്ന കാര്യങ്ങൾ ശരി, മറ്റവന്മാർ പോരാ, മറ്റവന്മാർ ഇവന്റെ പൈസയും ഉയർച്ചയും കണ്ട് അസൂയപ്പെട്ട് പണിയുന്നതെന്ന് വിചാരിച്ചു. മൂന്നാമത്തെ ദിവസം വീണ്ടും ഷമീർ, മമ്മു എന്നിവർ തൊപ്പിക്കെതിരെ വന്നു. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി. അതായത് തൊപ്പിക്കെതിരെയുള്ള കുറച്ച് തെളിവുകളും കാര്യങ്ങളും. അതിൽ പ്രത്യേകിച്ച് വന്നത് ഈ ഒരു മയക്കുമരുന്ന് ഡ്രഗ് കേസുകളൊക്കെയാണ് ഇവർ പറഞ്ഞത്. അതില് ശരിക്കും ഒരു കഞ്ചാവ് പൊതിയൊക്കെ നമ്മുടെ തൊപ്പിയുടെ വീട്ടിൽ നിന്നും അത് എടുക്കുന്നൊക്കെ ഇമാര് കാണിക്കുന്നുണ്ട് ലൈവില്. പിന്നെ കുറെ തെളിവുകൾ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ, പക്ഷെ തെളിവുകൾ എന്ന് പറയുമ്പോൾ തൊപ്പിക്കെതിരെ തെളിവ് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ആകെ മൊത്തം അവിടെ ഇവിടെയൊക്കെ അവിയൽ പരുവത്തി എന്തൊക്കെയോ തേച്ചു ഒട്ടിച്ചു ഒക്കെ വെച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഹനാൻ ഷായെ ഒക്കെ പിടിച്ച് ഇതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട്. അവസാനം ഹനാൻ ഷായുടെ ഒരു ഓഡിയോ ഒക്കെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഹനാൻ ഷാ കോപ്പിറൈറ്റ് കൊടുത്തു വിട്ടു. എന്തായാലും നമുക്കിപ്പോൾ ഷമീർ ഇന്നും വന്നിട്ടൊരു ലൈവ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഷമീറിന് പറയാനുള്ള എന്നാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹനാൻ ഷാനോടും ഹനാൻ ഷാൻ്റെ പറഞ്ഞ ലേഡീനോടും എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുന്നു. ഓൻ ചെയ്ത തെറ്റിന് പോലും ഞാൻ സോറി ചോദിക്കുന്നു. അത് ഞാൻ കാണിച്ചതിലും അത് ഞാൻ വെളിപ്പെടുത്തിയതിലും ഞാൻ സോറി ചോദിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കി ന്യൂസ് എല്ലാം വരും. അതിപ്പോൾ മിക്കവാറും നാളെ മറ്റന്നാൾ ജയിലിലാവും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വണ്ടി അടിച്ചോ ഇതായിരിക്കും, അറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പൈസയും ഇതുള്ള ആൾക്കാരെ അവരെ തെറ്റുകളെല്ലാം നമ്മൾ കണ്ടു. അതായത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലി. അതായത് ഒരു ഗ്യാങ് ഹൗസ്, ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലി, കൂട്ടുകാരെ പോലെ കെട്ടിപ്പിടിച്ച് എന്താ പറയുക ഉരുണ്ടു മറിഞ്ഞ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ അവർ കാണിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങൾ, അതിനകത്ത് സ്ക്രിപ്റ്റഡ് ആയിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ കുറച്ച് പ്രൈവറ്റ് അതൊക്കെ നേരെ ഒരു പൊട്ടലിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കോളമാക്കി ചെളി വാരി എറിഞ്ഞ് അവസാനം ഈ ഉള്ള ഇമേജ് എല്ലാം കളഞ്ഞ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇമേജ് കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊട്ടിയും പൊളിഞ്ഞും വീഡിയോ എല്ലാം കണ്ടും പൈസ കയറുവാണ്. അത് വേറൊരു കാര്യം, ഏണിങ് ഉണ്ടാവുകയാണ്. ഇവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർക്ക് വരുമാനം ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ പോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബഹളം വെച്ച് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ, അതായത് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നത്തരങ്ങളെല്ലാം പറയുകയും ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിയുന്ന ഒരു അവസ്ഥയും കൂടെ നാറ്റിച്ച് കൊണം വരുത്തുകയാണ്. അതായത് തൊപ്പി നിഹാദിന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം, അതായത് കംപ്ലീറ്റ്ലി കണ്ടവരെല്ലാം ഇപ്പം ഇവന്മാരെയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതായത് ഡ്രഗ്സ്, അതിന്റെ കൂടെ കുറെ പെണ്ണേഴ്സ് എല്ലാം കൂടെ കൂട്ടി അലമ്പാക്കി. അതായത് ഇതെല്ലാം പറച്ചില്ല കേട്ടോ. ഈ പെണ്ണേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കുന്നു. ഷമീറും മമ്മും ഒക്കെ കൂടുതലും തൊപ്പിക്കയറി ആരോപണം നടത്തുമ്പോൾ എല്ലാം അതിനെ ഇവര് എന്താ പറയുക, സംസാരത്തിൽ കൂടെ ആണ് പറയുന്നത്. ഇവരുടെ കുറെ കോൺവെർസേഷൻസ് ഒക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഈ ചില സാഹചര്യങ്ങളിൽ ചിലർ വെടി പൊട്ടിക്കുമല്ലോ, ഞാൻ അവിടെ പോയി അവളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ചിലര് പണ്ടൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഉണ്ടയില്ലാ വേണ്ടി വെക്കാറുണ്ട്. ഇത് അങ്ങനത്തെ ആണോ എന്ന് പോലും അറിയത്തില്ല. പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെ എന്തൊക്കെയോ തേച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് തൊപ്പി കാണിച്ചത് മറ്റവർ രണ്ടുപേരും. ഇതിൻ്റെ അകത്ത് പ്രായപൂർത്തിയാകാത്ത മമ്മൂനെ ഒക്കെ എടുത്ത് എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നൊരു കാര്യം, ഇനി കേസ് വരാൻ പോകും. ഒന്നാമത് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളും എല്ലാം നടക്കുക, കംപ്ലീറ്റ് അടിച്ചു വാരി തൂത്തെടുക്കുകയാണുള്ള ഡ്രഗ്സും കാര്യങ്ങളും. അതിന്റെ ഇടയ്ക്കാണ് ഈ വീഡിയോയ്ക്കകത്തോടെ എന്നാ പിടിച്ചോ സാധനം കൊലയോടെ ഉണ്ടെന്നും പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ആകെ മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. ഇപ്പം ഷമീർ
ആ വന്നതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്ക് പറയാനുള്ളത്. പുള്ളി ഇങ്ങനെ ആകെ ഡെസ്പ് അടിച്ചിരിക്കുക. ഇനിയിപ്പം എന്താ പറയാ, നമുക്കിത് കേട്ടു നോക്കാം. ജയിലിലാവുമെന്നും എപ്പം കേസ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എപ്പം വേണമെങ്കിലും ജയിലിലാകാം. അപ്പോൾ ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ഒന്ന് ഓൻ തന്ന അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേ വരെ കുണ്ടം കളിച്ചിട്ടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് ആരും വിശ്വസിപ്പിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. പിന്നെ അനാൻഷാനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ ഓൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി ഓൻ്റെ റിയാലിറ്റിയും ഓൻ ആരാന്നും കാണിക്കാൻ വേണ്ടി എനിക്ക് മറ്റേ സുരേഷ് ഗോപി പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ അശ്വത് ഗോക്ക് പറഞ്ഞ പോലെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ, മൊത്തത്തിൽ ഒരു ബ്ലാസ്റ്റ് ആയിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നിർത്തി. ഇപ്പൊ അവന്മാർക്ക് ഉറക്കമില്ല. ഷമീർ ഇപ്പൊ എന്തോ, അതായത് കംപ്ലീറ്റ്ലി ആൾ എക്സ്പോസ് ആകാന്ന് പറഞ്ഞാൽ കുറെ അധികം ആളുകളുടെ ഇടയിലേക്ക് അവരെ എല്ലാം ഈ ആദ്യമൊക്കെ ഈ വ്യൂ എന്താ പറയുക, നമ്മളിങ്ങനെ വലിയ നെഞ്ചും വരിച്ച് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം എന്താ പറയുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാം. ഇപ്പൊ ഷമീറിന്റെ ആ ഒരു ഇതിൽ കൂടെ നമുക്ക് കാണാം അവന്റെ ആ ഒരു മുഖത്തെ ടെൻഷനും കാര്യങ്ങളും എല്ലാം. മമ്മൂന് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. കാരണം ഇനിയിപ്പോ പറയാനുണ്ട് കുറെ കാര്യങ്ങൾ, എന്തൊക്കെയോ കുറെ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുന്നു. അത് എപ്പോ പൊട്ടിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊന്നും പൊട്ടാതിരിക്കട്ടെ. കാരണം ഇനിയൊന്നും എടുത്ത് വെളിയിൽ ഇപ്പൊ തന്നെ ഇവന്മാർ ആകെ കൂടെ എക്സ്പോസ് ആയിരിക്കുകയാണ്. കാരണം ഈ ഉറപ്പായിട്ട് ഒരു ന്യൂസ് ചാനലുകളിൽ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നാളെ അത് പൊങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് ഈ എന്തൊക്കെ ആന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം. കാരണം നമ്മൾ നമ്മുടെ നിയമം എന്ന് പറയുന്ന ഒരു സാധനം, ഈ നിങ്ങളുടെ ഒരു വലിയ വലിയ ലോകങ്ങൾക്കും ഇപ്പുറത്ത് നമ്മുടെ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഒരു നിയമവ്യവസ്ഥയും നമുക്കിവിടെ ഒരു എന്താ പറയുന്നത് നിയമവ്യവസ്ഥയും നമുക്ക് നിയമപാലകരും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അതിനെ പോലും വെല്ലുവിളിക്കുന്ന രീതി, അങ്ങനെ ആൾക്കാരുണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എറിഞ്ഞ് ആകെ കൂടെ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും വെട്ടിയും ചാകാന്ന് പറയത്തില്ല, അങ്ങനെ ഒരു ചത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ഇതെല്ലാം കാണുന്ന കുറെ ഈ പറയുന്ന യങ് കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്. ഇവന്മാരെല്ലാം ഈ കാണുമ്പം ഇത് പറഞ്ഞിട്ട് കാര്യം, ഒന്നാമത്തെ ജനറേഷന്റെ വ്യത്യാസമുണ്ട്. അത് വേറൊരു കാര്യം. ജനറേഷന്റെ വ്യത്യാസം പറഞ്ഞാൽ തള്ളിക്കളിയല്ല, നല്ല കുറേ നല്ല പിള്ളേർ ഇതെല്ലാം കണ്ടിട്ട് ഇതിനകത്ത് നിന്ന് നല്ലതും മോശവും തമ്മിൽ വേർതിരിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധി പ്രയോഗിച്ചാൽ മതി. കാരണം ഇവന്മാര് ഇതിനകത്തൊന്നും ഒരു നന്മ പറയാനായിട്ടൊന്നും ഇല്ല. ടോട്ടലി പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരൊരു ഗ്യാങ് ഹൗസ്, അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേണം നമുക്കതൊരു എന്റർടൈനിങ് രീതിയായിട്ട് തന്നെ എടുക്കാം. കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് കുറെ അധികം കോപ്രായങ്ങൾ കാണിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവര് പ്രത്യേകിച്ച് തൊപ്പി എന്ന് പറയുമ്പോൾ ഐഷോ സ്പീഡിനെ ഒക്കെ കോപ്പി ചെയ്ത് ഐഷോ സ്പീഡിനെ ആ ഒരു പാറ്റേൺ പിടിച്ച് ചെയ്ത് കയറി വന്ന ഒരു ആളാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരന്റെ ഒരു വളർച്ചയിൽ മറ്റുള്ള ആൾക്കാരും കയറി വന്നു. പിന്നെ മൊത്തത്തിൽ അവര് പറയുന്ന തുടക്കം പോലെ ഈ മമ്മു ഒക്കെയാണ് പറയുന്നത് തൊപ്പിയുടെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം മനസ്സിലായിരുന്നു. തൊപ്പി ഭയങ്കര ഫ്രോഡായിരുന്നു, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ. ഇതെല്ലാം പൊട്ടിക്കുന്ന എപ്പോഴാ? ഇത് നോർമലി നടക്കുന്ന സംഭവമാണ്. വളരെ വളരെ നല്ല ചങ്ങാതികളായിട്ട് നല്ല കൂട്ടുകാരായിട്ട് നടക്കുന്ന കുറെ പേര്, അല്ലെങ്കിൽ ഒരു 4 പേര് 5 പേര് തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറെ നാളുകൾക്ക് ശേഷം അതുവരെ എല്ലാ പോക്രിത്തരങ്ങൾക്കും ഒന്നിച്ചു നിന്നവര് ഏതെങ്കിലും ഒരു പോയിന്റിൽ തെറ്റിത്തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോക്രിത്തരങ്ങൾ അവൻ അങ്ങനെ ചെയ്തു ഇവൻ അങ്ങനെ ചെയ്തു മൊത്തത്തിൽ നാറ്റിച്ച് കൊളവാക്കി വിടും. ഇതിപ്പോ ഏകദേശം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം അധികം വലിയ ഓളത്തിന് പോകാതിരിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് പോകാൻ, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ രീതിയിലുള്ള കേസോ കാര്യങ്ങളൊക്കെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇത് ഇവർക്ക് മാത്രമല്ല, ഇത് ഇങ്ങനെ അല്ലാതെ കുറെ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്നിരുന്ന് കുളകുളകുളകുളോന്ന് വെക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കും ഇതൊക്കെ ബാധകമാണ്. കാരണം ഈ നമ്മുടെ നിയമം സംവിധാനം അയഞ്ഞു നിൽക്കുന്ന സമയത്ത് ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അയവുണ്ട്, ഒന്നും തൊടത്തില്ല ഒന്നും ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് എന്തും ചെയ്യാനുള്ള ധൈര്യമാണ്. പക്ഷെ നിയമം വളരെ സ്ട്രോങ് ആകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ, തണ്ടർ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ, ലഹരി വസ്തുക്കൾക്കെതിരെയും ഉപയോഗിക്കുന്നവർക്കെതിരെയും കേസുകൾ വരുന്ന സമയത്തും, പ്ലസ് ഗുണ്ടകളെ ഒത്തിരി പേരെ ഇങ്ങനെ മാറ്റുന്ന ഒരു സാഹചര്യം, പിടിക്കുക, ഗുണ്ടായുസം അവസാനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ സംഭവിക്കുമ്പോൾ, ഇപ്പൊ ഷമീർ പറയുന്നുണ്ട് ഷമീറിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്, പ്ലസ് ഇനി മുന്നോട്ട് ഇവന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും എന്നറിയത്തില്ല, പ്ലസ്
ഈ പറയുന്ന പോലെ എന്താ പറയുക, ഗുണ്ടായിസം അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് വല്ലതും ചെയ്യിക്കുമോ, ലൈഫിന് ത്രെട്ട് ഉണ്ടെന്നുള്ള രീതി വരെ അവൻ പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ തന്നെ സംശയിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും ഇപ്പം ആകെ മൊത്തം നാറിയിരിക്കുകയാണ്. ഒന്ന് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇതെല്ലാം മറന്ന് ഗെയിമിങ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു രീതി ഗെയിമിംഗ് ആണല്ലോ, ഗെയിം കളിച്ച് നിങ്ങൾ പോവുക, വലിയ കുറച്ച് മര്യാദക്കാരായിട്ട് പോവുക. ഇതൊക്കെ നമുക്ക് പറയാനുള്ളേ പറ്റുള്ളൂ. മര്യാദക്കാരായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം കുറെ നാളുകൾക്ക് ശേഷമൊക്കെ തേഞ്ഞു വാഞ്ഞു പോകും. കാരണം എല്ലാ കാലത്തും ഇതൊന്നും ഓർത്തിരിക്കാൻ ആരും പോകുന്നില്ല. ചിലപ്പോൾ കുറെ നാൾ ചിലപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു എന്നുള്ള രീതി പറയായിരിക്കും. പണ്ടത്തെ കാര്യം പണ്ടല്ല, ഇപ്പോഴത്തെ കാര്യം ഇപ്പം ആ ഒരു രീതിക്ക് അങ്ങ് പോകും. അപ്പോൾ ഇതിനകത്ത് അണ്ടർ 18, അതായത് 18 വയസ്സ് തികയാത്ത മമ്മു എന്ന് പറയുന്ന മമ്മുവിന് ഡ്രഗ് കൊടുത്തതും കാര്യങ്ങളും ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാമൊഴിയായിട്ട് പറയുന്നുണ്ട്. അതാണ് ഇതിന് വേറെ തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്മാര് അകത്തു പോകും, കുറ്റി കയറും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഇവര് കാര്യം പറഞ്ഞാൽ ഇവരുടെ പരിപാടികളൊക്കെ നമ്മളും കണ്ടിട്ടുള്ളവരാണ്, കാണാതിരുന്നിട്ടുള്ളവരല്ല, കണ്ടിട്ടുള്ളവരാണ്. തൊപ്പിയുടെ ലൈവൊക്കെ നമ്മളും ഇരുന്ന് കണ്ടിട്ടുള്ള ഇവരെല്ലാം ഒന്നിച്ചിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നാട് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ആകെ മൊത്തം നാറിയിരിക്കാന്ന് പറയത്തില്ല. പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ അകത്തൊരു കാര്യം. നമ്മൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇവര് മാത്രമല്ല കുറ്റക്കാരി, ഇവരുടെ ഭാഗങ്ങൾ ഇവർ ഓപ്പണായിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞു കുളമായിരിക്കുന്നതായിരുന്നു. എത്രയോ ക്രൈം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർക്കൊരു എക്സംഷൻ ഉള്ളത്, എക്സംഷൻ എന്നല്ല, ഇവരെ സംബന്ധിച്ച് ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നിങ്ങളെ ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമാണിത്. കാരണം നിങ്ങളുടെ വീഡിയോസ് കാണുന്നതെല്ലാം ഒരു 18 വയസ്സ് താഴെയുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു യങ്ങസ്റ്റ് ഏജിൽ വരുന്നവരും ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന അറിവും നിങ്ങൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ഓരോരുത്തരുടെ തലയിൽ കയറുന്നതും അതനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു പരിധിവരെയൊക്കെ അല്ലേ ഉള്ളൂ എല്ലാവരെയും പിള്ളേരെയൊക്കെ അപ്പനും അമ്മയ്ക്കും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് പറ്റുള്ളൂ. ബാക്കി എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ളൂ. നമ്മളെയൊക്കെ പണ്ട് നമ്മുടെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സ്പോർട്സ്. നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ദൂരദർശനും മെട്രോയും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ 2 ചാനലാണ് ഉണ്ടായിരുന്നത്. ആ 2 ചാനലിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വാർത്തകളും അവരുടേതായ എന്തൊക്കെയോ നാഷണലി വരുന്ന കാര്യങ്ങൾ, പിന്നെ സ്പോർട്സ് ക്രിക്കറ്റ് വരുമ്പം പിന്നെ ന്യൂസ് ചാനൽ വെച്ച് അങ്ങനെ അതൊക്കെയുള്ളൂ. പിന്നെ ഡിഷ് വെച്ച് കുറേ TV കുറേ സിനിമകൾ കണ്ടു എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒത്തിരി വലിയ കാട് കയറിയൊന്നും പോയിട്ടില്ല. പിന്നെ ഉള്ള സമയത്ത് വല്ല കുട്ടിയും കോലും ക്രിക്കറ്റും ഒക്കെ കളിച്ച് നടന്നതുകൊണ്ട് കാര്യത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് അങ്ങനെയല്ല. ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ബ്ലണ്ടേഴ്സ് നടക്കുകയാണ്. അതാണ് അതിനകത്ത് ഒരു കാര്യം. അപ്പം എന്തൊക്കെയായാലും ഇവർക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഇത് വെച്ചിട്ട് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ തടുക്കാമെന്നുള്ളതാണ് ഇനി ഇവർ നോക്കേണ്ടത്. പിന്നെ ഇത് സ്ക്രിപ്റ്റഡ് വർക്ക് ആണെന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമുണ്ട്. നിങ്ങളായതുകൊണ്ടും ഒറ്റ തിരിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതുകൊണ്ടും ഇപ്പോൾ എവിടെയെങ്കിലും റീച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ച് കൂട്ടിയെടുക്കാനുള്ള ഒരു സംവിധാനമായിട്ടും ഇത് പല ആളുകളും കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഒരു വീക്ഷണമാണ്. അതങ്ങനെ ആയിരിക്കാം, അതിങ്ങനെ ആയിരിക്കാം. ഓരോ ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ ഓരോ തോന്നലുകളാണ്. അപ്പൊ എന്തൊക്കെയായാലും തൊപ്പിയും കൂട്ടരും പെട്ടിരിക്കുകയാണ്. MRC ഗ്യാങ് എന്ന് പറയുന്നത് പൊട്ടിയിരിക്കുകയാണ്. ഇനി ഒരു MRC ഗ്യാങ് ഉണ്ടാകുമോ? ചിലപ്പോൾ ഉണ്ടാകാം, അടുത്ത ഗ്യാങ്ങിനെ കൂട്ടി. എന്തായാലും നമുക്ക് കാണാം. വലിയധികം കുഴപ്പത്തിനൊന്നും പോകാതെ ഇപ്പം വന്ന കുഴപ്പങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം.